വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതുകൂടി നോക്കാം. പൊതുജനം സ്പീക്കിംഗ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ്. കോഴിക്കോടിന് ലൈറ്റ് മെട്രോ അടക്കമുള്ള പദ്ധതികൾ, ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം. രാഷ്ട്രീയ ഭേദമന്യേ തികച്ചും ഒരു വികസനോന്മുഖമായ ഒരു ബജറ്റ് തന്നെയാണിത്. ഇത് തീർച്ചയായും കേരളത്തിൻ്റെ ഒരു പുതിയ വികസനത്തിന് നാന്ദി കുറിക്കും എന്നുള്ളതിൽ സംശയമില്ല. മലബാറിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കുന്നുള്ള പ്രഖ്യാപനം വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഏതൊരു ഫുട്ബോൾ പ്രേമിയും ആഗ്രഹിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ ബജറ്റിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ ബഡ്ജറ്റ് തന്നെ 600 കോടി രൂപ KSRTCക്ക് അനുവദിച്ചത്, നമുക്ക് അനുവദിച്ചത് ഒരു ദിവസത്തേക്ക് 110 രൂപയും നികുതിയിൽ പകുതിയാക്കിയുണ്ട്. അതുകൊണ്ട് ഇത് മേക്കപ്പ് ആകാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ കൈവിടൂല, നിങ്ങളെ സംരക്ഷിക്കുന്ന പറഞ്ഞേ, ആ പ്രതീക്ഷ മാത്രമേ നമുക്കുള്ളത്. ഇപ്പോൾ കേരളത്തിലായാലും കുറേ പേരിപ്പോൾ ബെറ്റർ ഇതിന് വേണ്ടിയിട്ട് പുറത്തോട്ടല്ല പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ തന്നെ അങ്ങനെ ഒരു വരികയാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ അല്ലേ, നല്ല കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇവിടെ കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അത് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും. പുറത്ത് പോവാതെ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. പരിഷ്കാരം കൊണ്ടിരുന്നാ പറയുന്നത്. അപ്പോൾ വരും കാലങ്ങളിൽ നോക്കാം, എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്, മാറ്റം വരുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളതല്ല, ഞങ്ങളിപ്പോൾ പഠിക്കാനും ജോബിനും വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ അത് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഉണ്ടാവണത് നല്ലതല്ല. നല്ല കാര്യങ്ങൾ വരട്ടെ, വികസിക്കട്ടെ, നാട് വികസിക്കട്ടെ. എത്ര തരുന്നതിന് ഭാഗ്യമല്ലേ ഇവിടെ കോഴിക്കോട്. വികസനങ്ങൾ വരട്ടെ, കോഴിക്കോട് ഉഷാറാവട്ടെ, എൻ്റെ കൂടെ കയറുള്ളൂ. മെട്രോ എന്തായാലും മാറ്റം തന്നെയാണ് കോഴിക്കോടിന്, നല്ലൊരു മാറ്റമാണ്. പക്ഷെ അത് വരുമോ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ബഡ്ജറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങളുണ്ട്. യുവാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. കോഴിക്കോട്ടുകാർ ലൈറ്റ് മെട്രോക്കായി കാത്തിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ ഷഹദ് റഹ്മാൻ, ഇൻ റിപ്പോർട്ടർ.